ലോക്സഭയിൽ മൂന്നാം സീറ്റ് എന്ന മുസ്ലിം ലീഗ് ആവശ്യം തള്ളി കോൺഗ്രസ്. പകരം രാജ്യസഭാ സീറ്റ് നൽകും. കോൺഗ്രസ് മുന്നോട്ട് വച്ചത് രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് നിർദ്ദേശം ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് നേതൃയോഗം ചർച്ച ചെയ്ത് തീരുമാനം വ്യക്തമാക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ആലുവ പാലസിലായിരുന്നു കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച നടന്നത്. ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം AICC അറിയിക്കും. അനുമതി നൽകേണ്ടത് AICC ആണ്. രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചതെന്നും ഇനി തീരുമാനം അറിയിക്കേണ്ടത് ലീഗാണെന്നും ആലുവ പാലസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചു. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. ഉഭയകക്ഷി ചർച്ച സൗഹാർദ്ദപരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. മുന്നണിയിലെ കക്ഷികൾ വെച്ച് തമ്മിൽ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസിന് അതിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. കോൺഗ്രസ് നിർദ്ദേശം ചൊവ്വാഴ്ച മലപ്പുറത്ത് ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ ആലോചിച്ച് തീരുമാനം അറിയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇന്നുണ്ടായ ചർച്ചയുടെ അതിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ലോക്സഭയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും ലോക്സഭാ സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിനുള്ള താൽപര്യക്കുറവും UDF-ൽ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ നിന്ന് ലീഗ് അയഞ്ഞതും രാജ്യസഭാ സീറ്റ് നൽകി പ്രശ്നം രമ്യതയിലെത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായതുമാണ് മഞ്ഞുരുക്കുന്നത്. ജനം, കൊച്ചി.